ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായി പറയുന്നത്. പക്ഷെ അത് കോൺഗ്രസ്സുകാർക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്ന് നോക്കുമ്പോൾ ശ്രീ എസ് കെ സജീഷ്, കോൺഗ്രസ് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ, UDF ഒരു മുന്നണി എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. ഒന്ന്, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നുള്ള നടപടി നീക്കം ചെയ്തു. കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിന്ന്, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് നീക്കം ചെയ്തു. ഞങ്ങളുടെ കക്ഷിയുടെ ഭാഗമല്ല നിയമസഭയിൽ ഇദ്ദേഹം എന്ന് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. ഇതിൽ കൂടുതൽ എന്താണ് ഒരു പാർട്ടിക്ക് ചെയ്യാൻ കഴിയുക? ശ്രീ അബ്ദുറഹ്മാൻ കേൾക്കാമെന്ന് കരുതുകയാണ്. കേൾക്കാമല്ലോ? കേൾക്കാം, പറഞ്ഞു. ഓക്കെ. ഒന്ന്, രാഹുലുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ നമ്മൾ ദീർഘമായി ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ മറ്റ് തലങ്ങളിൽ അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ കൂടുതൽ പറയണമെന്ന് തോന്നുന്നില്ല. ഇന്ന് ഏതാണ്ട് സമാനമായ ഇത്തരമൊരു വിഷയത്തിൽ തിരുവനന്തപുരത്ത് ഒരു കോടതി വിധി ഉണ്ടായിട്ട് 63 വർഷം കഠിന തടവാണ് ആ കോടതി വിധിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിൽ ഭ്രൂണഹത്യ നടത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു കോടതി വിധിയാണ്. അപ്പോൾ ആ തരത്തിൽ സമാനതകളില്ലാത്ത വിഷയങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക്, കേരളത്തിൻ്റെ മുന്നിലേക്ക് ഉയർന്നു വന്നത് നമുക്കറിയാം. അവിടെ അതിനെ സമീകരിക്കാനും ന്യായീകരിക്കാനും വേണ്ടി അൻവർ വേറെ ബ്ലോക്കായി ഇരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഇതുമായി എങ്ങനെയാണ് ശ്രീ അനൂപ് ഒപ്പം ചേർത്ത് വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും അത് അവരുടെ ഒരു പ്രശ്നമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ സോഷ്യൽ മീഡിയയിലെല്ലാം ഉണ്ടായ വലിയ രീതിയിലുള്ള ഇവരെ പിന്തുണച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, അത് സോഷ്യൽ മീഡിയയുടെ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ സംവിധാനം തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു വശത്ത് ആ സംവിധാനത്തെ പിരിച്ചുവിട്ടു എന്ന് KPCC പ്രസിഡന്റിനും വ്യത്യസ്തമായി പ്രതിപക്ഷ നേതാവ് അങ്ങനെയൊന്നും ഇല്ല എന്നും പിന്നീട് പിരിച്ചുവിട്ടിട്ടില്ല, അത് തുടരുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞത് ഞങ്ങളാരുമല്ലല്ലോ. ഇതെല്ലാം കോൺഗ്രസിനകത്ത് തന്നെ സ്വയം ഉയർന്നു വന്ന ജീർണതകളാണ് എന്ന് നമുക്കറിയാം. ആ ജീർണതകളാണ് ഈ വിഷയത്തിലുടനീളം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ രാഷ്ട്രീയ തീരുമാനമെടുത്തു, മാതൃകാപരമാണ് എന്നൊക്കെ പറയുകയാണ്. ഇവർക്ക് ഇവരുടെ കൂടെ നിർത്താൻ വേണ്ടി പറ്റാത്ത, പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലോ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിലോ ഇല്ലാത്ത ഒരാളെ, അതിന് പോലും ഇത്ര രൂക്ഷമായ രീതിയിൽ തന്നെ പറയുന്ന ഒരാളെ കേരളത്തിലെ ജനങ്ങൾ ചുമക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആ കാര്യത്തിൽ പ്രതിഷേധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവർ ഒരേ സമയത്ത് ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും നിൽക്കുകയാണ് എന്ന രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ വേട്ടക്കാരനെ സംരക്ഷിക്കാനുള്ള നിലപാട് ഒരു വശത്ത് ഇവർ സ്വീകരിക്കുന്നുണ്ട്. അത് ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. ഇവരിങ്ങനെ ഞങ്ങളില്ല എന്നൊന്നും പറഞ്ഞുകൊണ്ട് പോകുന്ന വിഷയമല്ലല്ലോ ഇത്, ആളുകൾക്ക് ബോധ്യമാകുമല്ലോ. അതുകൊണ്ടല്ലേ മറ്റാർക്ക് നേരെയും ഇല്ലാത്ത പ്രതിഷേധം കോൺഗ്രസിനകത്തു നിന്നും പുറത്തു നിന്നും ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ഉയർന്നു വരുന്നത്. അവർ സംരക്ഷിക്കുന്നു എന്ന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ. അതിൻ്റെ ഭാഗമായി സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മറ്റുള്ള ആളുകൾക്ക് നേരെ വലിയ അധിക്ഷേപം നടക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ചില കാര്യങ്ങൾ പറഞ്ഞ് അതിനെ സമീകരിക്കാം എന്നാണോ കരുതുന്നത്? അല്ലല്ലോ. കോൺഗ്രസിൻ്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട വനിതാ നേതാക്കന്മാർക്കുൾപ്പെടെ വലിയ തോതിലുള്ള സോഷ്യൽ മീഡിയ ആക്രമണം നേരിടേണ്ടി വന്നിട്ടില്ലേ? ഈ രാഹുലിനെതിരായി സംസാരിച്ചു എന്നതിന്റെ പേരിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ രാഹുൽ ഒരു ബ്ലാക്ക് മെയിലിംഗ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ മറ്റു പല വിഷയങ്ങളിലും കോൺഗ്രസ് പെട്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പുറത്ത് IC ബാലകൃഷ്ണൻ MLA ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം, NM വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, ആ കുടുംബത്തെ വഞ്ചിച്ചത്, 2 മനുഷ്യരുടെ കൊലപാതകം, അപ്പുറത്ത് വേറൊരു കോൺഗ്രസ് നേതാവ് ആത്മഹത്യ ചെയ്യുന്നു. ഇതെല്ലാം വിഷയമായി കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ നേതാക്കന്മാർക്കും പോലും ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് അണികൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത മാറിയിരിക്കുന്നു. അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്.